ഹലോ സാർ, വെൽക്കം ടു ടൈം ഔട്ട്. ഞാൻ എന്ന സിനിമ ഇപ്പോൾ റിലീസാവുകയാണ്. എന്താണ് ഈ സിനിമ? എന്തിനെക്കുറിച്ചാണ് ഈ സിനിമ? ഞാൻ എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് സെൽഫ് പോർട്രേറ്റ് എന്നാണല്ലോ അതിൻ്റെ ടൈറ്റിൽ, ഇംഗ്ലീഷ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. രാജീവിൻ്റെ നോവലിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ. ഡയറക്ടോറിയൽ സിനിമയാണത്. രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന സിനിമ, രഞ്ജിത്തിൻ്റേതായ കാഴ്ചപ്പാടിലുള്ള സിനിമ. ഞാനതിൽ അഭിനയിക്കുന്നുണ്ടെന്നുള്ളൂ. ഞാനായിട്ട് അഭിനയിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ജോയ് മാത്യു എന്ന ക്യാരക്ടറായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. അത് ശരി, അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അത് പുതിയ എക്സ്പീരിയൻസാണ്. എന്ന് വെച്ചാൽ അതാണ് ചാലഞ്ച്. അതെ, അപ്പോൾ നമുക്ക് മറ്റു ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ വലിയ പ്രയാസമില്ല. ഒരു അഹമ്മദ് ഷാ അല്ലെങ്കിൽ ഒരു പയസ് മാത്യു എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പിച്ചക്കാരനോ രാജാവോ ഒക്കെ ആയിട്ട് അഭിനയിക്കാൻ എളുപ്പമാണ്. നമ്മളായിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അഭിനയം പാടില്ലല്ലോ. അതെ, ബിഹേവ് ചെയ്യണം. അപ്പോൾ അഭിനയിക്കാതെ അതിൽ പെരുമാറും വേണം, എന്നാലും അഭിനയിക്കും വേണം. അതെ, അപ്പോൾ അതിൽ ചാലഞ്ചിങ് ആയിരുന്നത്. പിന്നെ രഞ്ജിത്തിൻ്റേതായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വന്നപ്പോൾ ഏകദേശം ശരിയായും തോന്നുന്നത്. ഞാൻ ഹാപ്പിയാണ്. അതായത് രഞ്ജിത്ത് സാറുമായിട്ട് ആദ്യത്തെ സിനിമ രഞ്ജിത്ത് സാറിൻ്റെ ഒക്കെ ഒരു കൂട്ടായ്മയിലാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഇത്തവണ ഒരു ഡയറക്ടർ ആക്ടർ റിലേഷൻഷിപ്പ് വന്നപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? അല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഞാൻ രഞ്ജിത്തിൻ്റെ എല്ലാ പടത്തിൻ്റെ സെറ്റിൽ പോകുന്ന ആളാണ്. ഷൂട്ടിംഗ് സ്ഥലത്ത് പോകും. ഞങ്ങൾ പരസ്പരം ഉള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ കുറേ കൊല്ലങ്ങളായിട്ടുള്ള ബന്ധമാണ്. 10-35 കൊല്ലമാണ്. സിനിമയ്ക്ക് പുറമേയുള്ള സൗഹൃദം എന്ന് പറയാം. സിനിമക്കാരനായതിനു ശേഷമുള്ള ബന്ധമല്ല. പക്ഷേ ഒരു സിനിമാ സെറ്റിൽ നമ്മളൊരു ആക്ടറായിട്ട് ചെല്ലുമ്പോൾ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അത് ഡയറക്ടറുടെ സൃഷ്ടിയാണ് സിനിമ. ആക്ടർ അതിൽ ടൂൾ മാത്രമാണ്. അപ്പോൾ ആസ് എൻ ആക്ടർ എന്നുള്ളവർക്ക് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ രഞ്ജിത്ത് പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യുന്നു. എന്നാലും ചില അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഞങ്ങളുടെ ഇടയിൽ. അതെ, അല്ലാതെ തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് ചോദിക്കാം. അല്ല, രഞ്ജിത്ത് ഇങ്ങനെ മതിയോ എന്ന് ചോദിക്കാം. അതങ്ങനെ പോരാ എന്നും പറയാം. അതല്ല ഇങ്ങനെ മതി എന്നും പറയാം. അപ്പോൾ അത് വളരെ സ്മൂത്തായിരുന്നു ആ റിലേഷൻ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമ ചെയ്യുക എന്നുള്ള ഫീലിങ്ങിലല്ല ഈ ഞാൻ ഉണ്ടായിട്ടുള്ളത്. വളരെ കളക്റ്റീവായൊരു വർക്കായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്തേക്ക് കുറച്ച് പടങ്ങൾ അധികം ഉണ്ടായിരുന്നു. എന്നിട്ടും എൻ്റെ ഷൂട്ടിംഗ് അത് കഴിഞ്ഞു. എൻ്റെ വർക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാഞ്ഞങ്ങാട് 2 ദിവസം പോയി. എനിക്ക് ആ ടീമിനെ വിടാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത റിലേഷൻഷിപ്പായിരുന്നു. അവരൊക്കെ പറയും ചെയ്യും, എന്താ വരാത്തത് ചോദിക്കും. ഞാൻ പറയും എൻ്റെ വേഷം കഴിഞ്ഞാൽ വരണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഞാൻ പോവും. 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ തിരിച്ചു പോയി. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, അതാ സിനിമയെ കാണാം. യൂത്തിൻ്റെ പ്രത്യേകിച്ചും ഇപ്പം ദുൽഖറും അതുപോലെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ. അവരുടെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ആണ് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ദുൽഖറിൻ്റെ കൂടെയും ഇപ്പം 2-3 സിനിമകളായല്ലോ ചെയ്യുന്നത്. എന്താണ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു? ദുൽഖറിൻ്റെ കൂടെ 3 സിനിമയായി. വളരെ സാധ്യതകളുള്ളൊരു അഭിനേതാവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോൾഡ് ചെയ്തെടുത്താൽ നല്ല പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആക്ടറാണെന്ന് തോന്നുന്നു. മാത്രമല്ല പഠിക്കാനുള്ളൊരു താല്പര്യം, കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം, പിന്നെ അതൊന്നും പുതിയ തലമുറയിൽ പല ആൾക്കാർക്കും ഇല്ല. അപ്പോൾ ഇത് അറിയാനുള്ള താല്പര്യം, പിന്നെ മനുഷ്യരോട് പെരുമാറുന്ന രീതി, സിംപിൾസിറ്റി. അപ്പം മമ്മൂക്ക ചെയ്തിട്ടുള്ള വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മകനെ നന്നായി വളർത്തിയെന്നുള്ളതാണ് ഞാനെപ്പോഴും പറയുന്നത്. നമുക്ക് അത്ര ഇഷ്ടമാവും ആളെ. ഈ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ ഈ ഞാനുള്ള സിനിമയിൽ ദുൽഖർ ചെയ്ത വേഷം അത് എല്ലാ അർത്ഥത്തിലും അത് ദുൽഖറിൻ്റെ അഭിനയ ജീവിതത്തിലൊരു ലാൻഡ്മാർക്കായിരിക്കും. അത് വേറെ സംശയമില്ല. ഈ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കാനുള്ള ഒരുപാട് സാധ്യതകളും കൂടെ അയാൾക്കുണ്ട്. എന്ത് ജോണറിൽ പെടുത്താൻ പറ്റും ഈ സിനിമയെ? ഈ പുതിയ തലമുറയുടെ ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരു സിനിമ എന്നേ പറയാൻ പറ്റുള്ളൂ. ന്യൂ ജനറേഷനൊന്നും പറയാൻ പറ്റില്ല. നല്ല സിനിമ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓരോ കാലഘട്ടത്തിൽ ഓരോ ജോണർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വളരെ എനിക്ക് തോന്നുന്നത് എസ്തെറ്റിക്കലി ബ്രില്യൻ്റായൊരു മൂവിയായിരിക്കും. അതിലൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗ്യം. കാരണം നമ്മൾ
വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ, വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇത് വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നതാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യം. ഓക്കെ, ഏതൊക്കെയാണ് ഇനി സാറിൻ്റെ അടുത്ത പ്രോജക്ട്സ് വരുന്നത്? അടുത്തതിപ്പോൾ ജോഷി സംവിധാനം ചെയ്യുന്ന ലൈല ഓ ലൈല മോഹൻലാലിൻ്റെ കൂടെ, പിന്നെ 2-3 പ്രോജക്റ്റുകളുണ്ട്. പക്ഷെ എനിക്ക് എൻ്റേതായ പേഴ്സണലായിട്ടുള്ള കുറച്ച് എഴുത്ത് പരിപാടികളുണ്ട്. അഭിനയത്തിന് ചെറിയൊരു ഗ്യാപ്പ് ഇടാനുള്ള ഒരു ഇതിലാണ്. ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് സർ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, താങ്ക് യു.